മോർണിംഗ് മക്കളെ, ആർദ്ര മിസ് ആണ്. യെസ്, നിങ്ങൾ എല്ലാവരും തമ്മിൽ കണ്ടതുപോലെ തന്നെ എല്ലാവരും ഒരുപാട് നാളായിട്ട് ചോദിക്കുന്നത് പോലെ തന്നെ CBSE ടോപ്പറിന്റെ അല്ലെ, സോഷ്യൽ സയൻസിൽ ടോപ്പറിന്റെ ആൻസർ പേപ്പർ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, അനലൈസ് ചെയ്യാൻ പോവാണ്. ഒരുപാട് നാളെ എല്ലാ മക്കളും ചോദിക്കുകയാണ്, മാം എപ്പോഴാണ് ആൻസർ പേപ്പർ അനലൈസ് ചെയ്യുക അല്ലെ, CBSE ടോപ്പേഴ്സിന് ആൻസർ പേപ്പർ കാണിച്ചു തരാം, ആൻസർ ഷീറ്റ് കാണിച്ചു തരാം. ഇങ്ങനെ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായി. സോ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഈ വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ട് എങ്ങനെയാണ് ടോപ്പേഴ്സ് ഇത്രയും മാർക്ക് സോഷ്യൽ സയൻസിൽ സെക്യൂർ ചെയ്തത് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്, നോക്കാൻ പോവാണ്, അനലൈസ് ചെയ്യാൻ പോവാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. ആദ്യം തന്നെ MCQ ക്വസ്റ്റ്യൻ അല്ലെ, 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇത്. 2020 ഹിസ്റ്ററിയിൽ ചോദിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ചൂസ് ദ കറക്റ്റ് മാച്ച് പെയർ ഫ്രം ദ ഫോളോയിങ്. ഓക്കെ, ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നതെന്ന് നമുക്കറിയാം. A ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന്. ഓക്കെ, യെസ്, A ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് ഒബിയസ്ലി നമ്മൾ പഠിച്ച എല്ലാ മക്കും അറിയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആൻസർ ഷീറ്റിൽ അല്ലെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്ത് ചെയ്യും, യെസ് നമ്മൾ എന്ത് ചെയ്യും, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ A എന്ന് എടുത്തെഴുതും. ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? സാധാരണ എല്ലാവരും ഇങ്ങനെയാ ചെയ്യുക. പക്ഷെ ടോപ്പറിന്റെ ആൻസർ ഷീറ്റിൽ എന്താണുള്ളത് നമുക്ക് നോക്കാം. യെസ്, ആ ഒരു ക്വസ്റ്റ്യനിൽ ടോപ്പർ എഴുതിയിട്ടുള്ളത് എന്തു, ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടു. ഓക്കെ, യെസ്, ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടു. ദെൻ A എന്നെടുത്ത് എഴുതി. ഓക്കെ, A ആ ആൻസർ എന്താണോ എക്സാക്ട് അവിടെ നിങ്ങൾക്ക് അവിടെ ഒരു പെർഫെക്ഷൻ കാണാൻ പറ്റുന്നില്ലേ? ജസ്റ്റ് നമ്മൾ A എന്ന് മാത്രം എടുത്ത് എഴുതിയാൽ നമുക്ക് മാർക്ക് കിട്ടും. ബട്ട് സ്റ്റിൽ അവിടെ എന്ത് എടുത്ത് എഴുതി, A ഓട്ടോമാൻ ബിസ്മാർക്ക് ജർമ്മനി എന്നുള്ള കറക്റ്റ് ആൻസർ അല്ലെ. ആ ഒരു കറക്റ്റ്, ആ ഒരു പെർഫെക്ഷൻ ആണല്ലേ. എങ്ങനെയാണോ നമ്മൾ ഒരു പേപ്പർ അനലൈസ് ചെയ്യുമ്പോഴത്തേക്ക്, വാല്യൂ ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു ടീച്ചർ കാണുമ്പോഴത്തേക്ക് വാവ്, പെർഫെക്റ്റ് ആയിട്ടുള്ളല്ലേ ഒരു ആൻസർ ആയിട്ട്. ഇവൻ ആ ഒരു ബിഗിനിങ്ങിൽ തന്നെ അല്ലേ, സ്റ്റാർട്ടിങ്ങിൽ തന്നെ MCQ തൊട്ട് തന്നെ എന്താണ് ആ ഒരു പെർഫെക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു ഓപ്ഷൻ ഏതാണെന്ന് എടുത്തെഴുതുന്നതിന് പകരം എന്താണ് കറക്റ്റ് ആ ഫുൾ ആൻസർ ഓപ്ഷൻ A ആണ്, ഓട്ടോമാൻ ബിസ്മാർക്ക് ജർമ്മനി ആണ്. ഒരു കോമ്പിനേഷൻ മൊത്തം എടുത്ത് എഴുതിയിട്ടുണ്ട്. ഇവൻ നിങ്ങൾക്ക് ഒരു സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണെങ്കിലും തേർഡ് ക്വസ്റ്റ്യൻ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 1 മാർക്ക് MCQ എങ്ങനെയാണ് ഒരു ടോപ്പർ ആൻസർ ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലായില്ലേ? ഓക്കെ, നമ്മൾ കണ്ടില്ലേ. ഇനി ഇതൊരു 2 മാർക്ക് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ്. ഓക്കെ, 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ക്വസ്റ്റ്യൻ? അനലൈസ് എ സിറ്റുവേഷൻ ഇൻ വിച്ച് ക്രെഡിറ്റ് പുഷസ് ദ ബോറോവർ ഇൻടു എ സിറ്റുവേഷൻ ഫ്രം വിച്ച് റിക്കവർ ഈസ് പെയിൻഫുൾ അല്ലെ. മണി ആൻഡ് ക്രെഡിറ്റ് എക്കണോമിക്സിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ 2 മാർക്ക് ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും ഈ ടോപ്പേഴ്സ് ആൻസർ ചെയ്തിട്ടുണ്ടാവുക നോക്കാം. അപ്പം ആദ്യം തന്നെ അവിടെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. അത് മാത്രമല്ല 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ നോട്ട് ചെയ്യുക, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവോ? ആ ഒരു ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടതിന് ശേഷം പോയിന്റ്സ് കൃത്യമായിട്ട് ഒന്നാമത്തെ പോയിന്റിൽ കൃത്യമായിട്ട് എന്ത് ചെയ്തു, ആ ഒരു പോയിന്റ് എഴുതി. ആൻഡ് രണ്ടാമത്തെ പോയിന്റ് എഴുതിയത് മാത്രമല്ല, അതിൽ സബ് ആയിട്ട് വരുന്ന കുഞ്ഞിലെ ഷോർട്ട് പോയിന്റ്സും എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. ഓക്കെ, ആൻഡ് അത് മാത്രമല്ല നിങ്ങൾ നോട്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീവേഡ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരും, ഇങ്ങനെ കളർ പെൻസ് യൂസ് ചെയ്ത് അണ്ടർലൈൻ ചെയ്യാവോ എന്ന്. ആക്ച്വലി അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ റെഡ് ആൻഡ് ഗ്രീൻ കളേഴ്സ് എന്ത് ചെയ്യുക, ഒഴിവാക്കുക. ആൻഡ് ബാക്കിയുള്ള കളേഴ്സ് കുഴപ്പമില്ല. ഓക്കെ, ചെയ്യരുതെന്നാണ് ലൈക്ക് നമ്മൾ ഒഫീഷ്യലി പറയുമ്പോഴത്തേക്ക് ചെയ്യരുത്. ബട്ട് സ്റ്റിൽ ഇവിടെ യെല്ലോ കളർ യൂസ് ചെയ്തത് ഓക്കെയാണ്. ഓക്കെ, നിങ്ങൾ മാക്സിമം പെൻസിൽ കൊണ്ട് എന്ത് ചെയ്യുക, അണ്ടർലൈൻ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ പെന്ന് കൊണ്ട് തന്നെ ബ്ലൂ ഇങ്ക് അല്ലെങ്കിൽ ബ്ലാക്ക് ഇങ്ക് ആയിരിക്കുമല്ലോ, അതുകൊണ്ട് തന്നെ അണ്ടർലൈൻ ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താണ് കൃത്യമായിട്ട് ആ 2 മാർക്കിന്റെ എക്സാക്ട്ലി ആ ഒരു ആൻസർ എങ്ങനെ വേണോ, ഓക്കെ, ആ ഒരു പെർഫെക്ഷൻ നിങ്ങൾക്ക് ഇവിടെയും കാണാം. ഓക്കെ, എന്താണ് 2 പോയിന്റ് കൃത്യമായിട്ട് എടുത്ത് എഴുതിയിട്ടുണ്ട്. ആൻഡ് എന്ത് ചെയ്തിട്ടുണ്ട്, രണ്ടാമത്തെ പോയിന്റിൽ തന്നെ ഷോർട്ട് ആയിട്ടുള്ള പോയിന്റ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, എടുത്ത് എഴുതിയിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീവേഡ്സ് അല്ലെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് എന്ത് ചെയ്തിട്ടുണ്ട്, അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങൾ നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് എക്കണോമിക്സ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ 2 മാർക്ക് എങ്ങനെയാണ് അടിപൊളിയായിട്ട് സെക്യൂർ ചെയ്തെന്ന് മനസ്സിലായില്ലേ? ഓക്കെ, 2 മാർക്കിന് ഒരു ആൻസർ എങ്ങനെയാണ് എഴുതേണ്ടത് നമുക്ക് മനസ്സിലായല്ലേ? നമ്മൾ കണ്ടു. ഇനി അടുത്തതാണ് നമ്മളൊരു ലോങ് അല്ലെങ്കിൽ ഒരു കേസ് സ്റ്റഡി ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ. ഓക്കെ, ഇതും 2020 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അന്നത്തെ ടോപ്പറിന്റെ ആൻസർ ഷീറ്റ് നമുക്ക് നോക്കാം. ഒരു കേസ് സ്റ്റഡി ക്വസ്റ്റ്യനിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അനലൈസ് എനി വൺ ഇഷ്യൂ ഓഫ് ഇന്റൻസ് ഡിബേറ്റ് അറൌണ്ട് റിലീജിയസ് ഇഷ്യൂ ആണ്. ഓക്കെ, അപ്പൊ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് ആ ഒരു കേസ് സ്റ്റഡി അല്ലെ, ഒരു
കേസ് സ്റ്റഡിയിൽ എന്താണോ ഒരു പാസേജിൽ എന്താണോ പറഞ്ഞത് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് ആ കുട്ടി തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൺ ലാംഗ്വേജിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ പറഞ്ഞ കാര്യങ്ങൾ എടുത്ത് എഴുതിയിട്ടുണ്ട്. ആൻഡ് ക്വസ്റ്റ്യൻ എന്താണോ ചോദിച്ചത് അതെന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു കീ വേർഡ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ഒരു നീറ്റ്നെസ് നിങ്ങൾ കണ്ടോ. ആൻഡ് അത് മാത്രമല്ല അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ലൈൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് അല്ലേ. ആൻഡ് അത് മാത്രമല്ല അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് എങ്ങനെയാണ്, 2 പോയിന്റ്സ് ആയിട്ടാണ് ആൻസർ ചെയ്തത്. ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്, ആരോസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ 2 പോയിന്റ്സ് ആക്കിയിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ആൻസർ ചെയ്തതെന്നും കൂടെ നമ്മൾ കണ്ടു അല്ലേ. ഇനി നമുക്ക് എന്ത് നോക്കാം, ഇനി നിങ്ങൾ മറന്നു പോകുന്ന, ചില സമയങ്ങളിൽ മറന്നു പോകുന്ന, പക്ഷേ നിങ്ങൾ ഒരു ടോപ്പറിന്റെ ആൻസർ ഷീറ്റ് ആണെന്ന് കാണുമ്പോൾ തന്നെ ടീച്ചേഴ്സിന് മനസ്സിലാവും. എന്തുകൊണ്ടാണെന്നറിയോ, കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, പ്രസന്റ് ചെയ്തിട്ടുണ്ടാവും. അതായത് പഠിച്ച കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് നീറ്റായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, ആ ആൻസർ ഷീറ്റിൽ കാണാൻ പറ്റും. എങ്ങനെയാണെന്നറിയോ, ഈ ടോപ്പേഴ്സ് ചെയ്യുന്ന ചില ട്രിക്സ് ഉണ്ട്. ഓക്കെ, ആഡിങ് സബ് ഹെഡിങ്സ്. ഓക്കെ, സബ് ഹെഡിങ്സ് കൊടുക്കും. നമ്മൾ ആൻസർ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും, എല്ലാം നന്നായിട്ട് എഴുതും അല്ലേ. പക്ഷേ എന്ത് ചെയ്യണം, ചില സമയങ്ങളിൽ നമ്മൾ കുറച്ച് ട്രിക്സും അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ടിപ്പും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ഷീറ്റ് കാണുമ്പോഴത്തേക്ക് വാവ് കൊള്ളാലോ, എല്ലാ പോയിന്റ്സും ഉണ്ട്, നീറ്റ് ആണല്ലോ എന്ന് നമുക്ക് തോന്നും. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാം കൃത്യമായിട്ട് സബ് ഹെഡിങ്സ് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യൻ നമ്പർ 2 ആൻഡ് ഓപ്ഷൻ ബി ആണെന്ന് പറഞ്ഞു. ആൻഡ് അതിൽ തന്നെ സബ് ഹെഡിങ്സ്. ഓക്കെ, സബ് ഹെഡിങ്സ് കൊടുത്തിട്ടുണ്ട്. നോക്കിയോ എങ്ങനെയാണ് കൊടുത്തതെന്ന് നോക്കിയോ. നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഈ സബ് ഹെഡിങ്സ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് അത് മാത്രമല്ല അതിന്റെ കൂടെ തന്നെ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അണ്ടർലൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ഇൻട്രൊഡക്ഷൻ, ആദ്യം തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസറിന് ഇൻട്രൊഡക്ഷൻ കൊടുത്തു. ഓക്കെ, ആദ്യത്തെ ഒരു സെന്റൻസ് എന്ത് ചെയ്തു, ഇൻട്രൊഡക്ടറി പാർട്ടാക്കി. ഓക്കെ, ഈ ഒരു ആൻസർ ബിഗിൻ ചെയ്യുന്നതന്നെ അതിനൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തുകൊണ്ടാണ്. പിന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ സബ് ഹെഡിങ്സ് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു വെരി ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ കൈൻഡ് ഓഫ് 3 മാർക്ക് ക്വസ്റ്റ്യൻ അല്ലേ, 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്ക് 5 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ, എസ്പെഷ്യലി 5 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്ക് ക്വസ്റ്റ്യൻ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ, ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒരു ഫുൾ മാർക്ക് സ്കോർ ചെയ്യുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യാം, ആ ഒരു മാർക്ക് നിങ്ങൾക്ക് സെക്യൂർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്ത് ചെയ്യണം, സബ് ഹെഡിങ്സ് നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. സബ് ഹെഡിങ്സ് കൊടുക്കണം ആൻസർ ചെയ്യുന്ന സമയത്ത്. ദെൻ അടുത്തത് ആഡിങ് എക്സാമ്പിൾസ്. അതായത് ചില ക്വസ്റ്റ്യൻസിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇത് 2020 ചോദിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡിഫൈൻ ദ ടേം പൊളിറ്റിക്കൽ പാർട്ടി. ഓക്കെ, എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾസ് ദ നീഡ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻ ഇന്ത്യ. ഓക്കെ, എന്താണ് പൊളിറ്റിക്കൽ പാർട്ടീസ് അല്ലേ, അതിന്റെ ഡെഫിനിഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷെ എന്തും കൂടെ ചോദിക്കുന്നുണ്ട്, എക്സാമ്പിൾസ് ചോദിക്കുന്നുണ്ട്. ഓക്കെ, എക്സാമ്പിൾസ് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ ആൻസറിൽ ആദ്യം എന്താണ് പൊളിറ്റിക്കൽ പാർട്ടി എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ടോപ്പർ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു കുട്ടി എന്ത് ചെയ്തിട്ടുണ്ട്, ആദ്യം എന്താണെന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ചോദിച്ചിട്ടുള്ള കാര്യമാണ്, ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള കാര്യമാണ് നീഡ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻ ഇന്ത്യ. ഓക്കെ, അതിന്റെ നീഡാണ് ആ കുട്ടി രണ്ടാമതായിട്ട് എഴുതിയത്. ഓക്കെ, രണ്ടാമതായിട്ട് ചോദിച്ച എക്സാമ്പിൾ ആണ്. പക്ഷേ രണ്ടാമതായിട്ട് ആ കുട്ടി എഴുതിയത് എന്താണ്, നീഡ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് ആണ്. അവിടെ എന്ത് ചെയ്യണം, നമ്മൾ ബ്രെയിൻ വർക്ക് ചെയ്യണം. ഓക്കെ, എക്സാമ്പിൾസ് ലാസ്റ്റ് എഴുതണം, നല്ല ബുദ്ധി എന്ത് ചെയ്യണം, അവിടെ വർക്ക് ചെയ്യണം. ഓക്കെ, ആദ്യം കുട്ടി എഴുതിയത് പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ ഇൻട്രൊഡക്ഷൻ ആണ്, രണ്ടാമത് അതിന്റെ നെസസിറ്റി ആണ്. ഓക്കെ, ആൻഡ് മൂന്നാമതായിട്ടാണ് ഏറ്റവും അവസാനമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, എക്സാമ്പിൾസ് എഴുതിയിട്ടുള്ളത്. ആൻഡ് എക്സാമ്പിൾ എഴുതുന്ന സമയത്ത് ഐ ക്യാച്ചി ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അണ്ടർലൈനും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് എന്ത് ചെയ്തിട്ടുണ്ട്, അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് മാത്രമല്ല ഈ ഒരു ആൻസറിൽ ത്രൂ ഔട്ട് ഡെഫിനിഷനിലാണെങ്കിലും ഓക്കെ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ആണെങ്കിലും ഫീച്ചേഴ്സ് ആണെങ്കിലും ഒക്കെ എഴുതിയ സമയത്തും എന്ത് ചെയ്തിട്ടുണ്ട്, അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അണ്ടർലൈൻ ചെയ്യുക. ആൻഡ് ഈ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, ആ ഒരു പെർഫെക്ഷൻ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, എങ്ങനെ ഒരു ടോപ്പർ അല്ലെ, ടോപ്പ് മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ ഒക്കെ നമുക്ക് എല്ലാവർക്കും നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള മാർക്ക് കിട്ടണം. ബട്ട് സ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യണം, ബെസ്റ്റ് മാർക്ക് സ്കോർ ചെയ്യണം. ഓക്കെ, ഒരു ടോപ്പ് മാർക്ക് സ്കോർ ചെയ്യണം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ടോപ്പേഴ്സിന്റെ ആൻസർ ഷീറ്റ് ഒക്കെ എന്ത് ചെയ്യുന്നത്, റെഫർ ചെയ്യുന്നത് അല്ലേ. നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഇവർ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യുന്നത് അല്ലേ, ഇങ്ങനെ പ്രസന്റ് ചെയ്യുന്നത്. സോ ഇതൊരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ എത്ര അടിപൊളിയായിട്ടാണ് ഈ കുട്ടി 5 മാർക്ക് സ്കോർ ചെയ്തത്. കണ്ടാൽ ആർക്കും 5 out of 5 കൊടുക്കാൻ തോന്നും. ഞാനാണെങ്കിലും ഞാനും കൊടുക്കും. ഓക്കെ, 5 out of 5.
അടിപൊളിയായിട്ട് നീറ്റായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം ഇൻട്രൊഡക്ഷൻ എഴുതി, ഓക്കെ, അത് കഴിഞ്ഞ് ഒരു ലൈൻ വിട്ടു, ഓക്കെ, അടുത്ത ലൈനിൽ എന്ത് ചെയ്തു, യെസ് മൂന്നാമത് ചോദിച്ചിട്ടുള്ള നെസസിറ്റി ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് എഴുതി, ആൻഡ് അത് കഴിഞ്ഞ് യെസ് ഒരു ലൈൻ വിട്ടു, ആൻഡ് അടുത്തതായിട്ട് എന്ത് ചെയ്തു, എക്സാമ്പിൾസ് എഴുതി. ഓക്കെ, അപ്പൊ എക്സാമ്പിൾസ് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, എക്സാമ്പിൾസ് ഒക്കെ ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇങ്ങനെ പ്രസന്റ് ചെയ്യണം, ഓക്കെ, ഇങ്ങനെ ആൻസർ ചെയ്യണം. റെഡി? ആൻഡ് അടുത്തത് ചിലത് നിങ്ങൾക്ക് ഡിഫറൻഷിയേറ്റ് അല്ലെ, ഡിഫറൻസസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതായത് ഒരു കാര്യം വേറൊരു കാര്യം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ എങ്ങനെയാണ് അല്ലെ റൈറ്റിംഗ് ഡിഫറൻസസ് ഇൻ ടാബുലാർ ഫോമാറ്റ്? നമുക്ക് എന്ത് ചെയ്യാം, അല്ലാണ്ട് പോയിന്റ്സ് ആക്കിയിട്ട് എടുത്ത് എഴുതാം, അല്ലെങ്കിൽ ടേബിൾ വരച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് എഴുതാം. അപ്പൊ എങ്ങനെയാണ് ടോപ്പേഴ്സ് എങ്ങനെയാണ് ഈ ഒരു ടാബുലാർ ഫോമാറ്റിൽ ഈ ഒരു ഡിഫറൻസസ് എഴുതുന്നത് നോക്കാം. മെയിൻലി അവർ പ്രിഫർ ചെയ്യുക കുറച്ചുകൂടി ടാബുലാർ ഫോമാറ്റ് ആണ്. അപ്പൊ നോക്കിക്കോ, ആദ്യം അല്ലെ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, മാർജിൻ ഉണ്ട്, ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ ഒരു സൈഡിൽ ഇടുന്നുണ്ട്. അവിടെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, യെസ് എന്ത് ക്രൈറ്റീരിയന്റെ ബേസിലാണ് ഇവർ ഡിഫറൻസ് ഉണ്ടാവുന്നുണ്ടാവുമല്ലോ, യെസ് ആ ഒരു കാര്യങ്ങൾ എടുത്ത് എഴുതാണ്. പ്രിവിലൻസ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലേ, ഈ ഒരു കാര്യങ്ങൾ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ, മാർജിന്റെ ലെഫ്റ്റ് സൈഡിൽ എഴുതുകയാണ്. ആൻഡ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒരു റോയിൽ മെയിൻ ആയിട്ടുള്ള അല്ലെ ഡിഫറൻസസ് എന്താണ്, അല്ലെങ്കിൽ എന്ത് കാര്യങ്ങൾ തമ്മിലാണ് കമ്പയർ ചെയ്യുന്നത്, ആ രണ്ട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാണ്, എടുത്ത് എഴുതാണ്. ഫോർമൽ സോഴ്സസ്, ഇൻഫോർമൽ സോഴ്സസ്. ഓക്കെ, ദെൻ അടുത്തതായിട്ട് ഓരോന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഓരോന്നിന് നേരെയും അതിന് ആൻസർ എഴുതാണ്. ഓക്കെ, ഈ ഒരു പാറ്റേൺ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, യെസ് ടാബുലാർ ഫോമാറ്റിൽ ആ ഒരു ഡിഫറൻസ്. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം, ബട്ട് സ്റ്റിൽ ഇങ്ങനത്തെ ഡിഫറൻസസ് ചോദിക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ എന്താണ് സെക്ടേഴ്സ് ഓഫ് ഇന്ത്യൻ എക്കണോമിയിൽ ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് സെക്ടർ, ഓക്കെ, അതിന്റെ ഡിഫറൻസ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, ഈ ഒരു പാറ്റേണിൽ എഴുതാം. ഓക്കെ, പക്ഷെ എഴുതുമ്പോഴത്തേക്ക് ഇത്രയും നീറ്റായിട്ട്, ഓക്കെ, യെസ് ഇത്രയും അടിപൊളിയായിട്ട് വൃത്തിയായിട്ട് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പെർഫെക്ഷനോടുകൂടി എന്ത് ചെയ്യണം, എഴുതണം. ഓക്കെ, യെസ് ഇനി നമുക്ക് അവസാനമായിട്ട് നോക്കാനുള്ളതാണ് മാപ്പ് ക്വസ്റ്റ്യൻ. യെസ് ഇതെന്ന് പറയുന്നത് മാപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇതിൽ ചോദിച്ചിട്ടുള്ളത് അമൃത്സർ ലൊക്കേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായി. ദെൻ ഇത് ക്വസ്റ്റ്യൻ അല്ല കേട്ടോ, ഇത് ആൻസർ ഷീറ്റ് ആണ്. ഞാൻ ക്വസ്റ്റ്യൻ പറയുകയാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതിൽ വെച്ചിട്ടില്ല. അമൃത്സർ ലൊക്കേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായി. ദെൻ മുംബൈ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്ക്, ദെൻ കൊൽക്കത്ത, ഓക്കെ, നമ്മുടെ ഒരു എയർപോർട്ട് ലൊക്കേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ ഈ കുട്ടി ചെയ്തത് കൃത്യമായിട്ട് ആ ഒരു സെക്ഷൻ സി എന്ന് എടുത്തെഴുതി. ആൻസർ ഷീറ്റിൽ സെക്ഷൻ സി എന്ന് എടുത്തെഴുതി. നോക്കണേ എന്ത് പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ആൻഡ് യെസ് ക്വസ്റ്റ്യൻ നമ്പർ 2. ഓക്കെ, ദെൻ ഒന്നാമത്തത് അമൃത്സർ ആണെന്ന് എടുത്ത് എഴുതി. ഓക്കെ, രണ്ടാമത്തത് എ അല്ലെ, 2 മുംബൈ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്ക്. ഓക്കെ, ദെൻ ബി കൊൽക്കത്ത, യെസ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇന്റർനാഷണൽ എയർപോർട്ട്. ഈ 3 കാര്യങ്ങൾ എഴുതി. ഓക്കെ, ഈ 3 കാര്യങ്ങൾ എടുത്തെഴുതി. കുട്ടിക്ക് നേരെ എന്ത് ചെയ്താൽ മതി, നേരെ മാപ്പിൽ ഇത് ലൊക്കേറ്റ് ചെയ്താൽ മതി. ഇങ്ങനെ എടുത്തെഴുതേണ്ട ആവശ്യമുണ്ടോ? പക്ഷെ ടോപ്പേഴ്സ് എങ്ങനെയാണ് ചെയ്യുക, അവരിതൊക്കെ എടുത്തെഴുതി എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കണം, ആൻസർ ഷീറ്റ് ബെസ്റ്റ് ആയിരിക്കണം എന്നുള്ള ഓർമ്മ ഉള്ളത് കൊണ്ട് അവരെന്ത് ചെയ്യും, യെസ് ഇങ്ങനെ ആദ്യം തന്നെ ഇതിന്റെ ആൻസർ എന്ത് ചെയ്യും, ഓപ്ഷൻ എ ഇതാണ്, ഓപ്ഷൻ ബി ഇതാണ്, ഓക്കെ ഇന്ന കാര്യങ്ങളാണ് ഞാൻ ലൊക്കേറ്റ് ചെയ്യാൻ പോകുന്നത് ആദ്യം ആൻസർ ഷീറ്റിൽ ഇങ്ങനെ എടുത്തെഴുതും. എന്നിട്ട് എന്ത് ചെയ്യും, എന്നിട്ട് ലൊക്കേറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ നോക്കാം അല്ലേ. യെസ് ലൊക്കേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. എ അമൃത്സർ ആണല്ലേ. യെസ് എ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ വൃത്തിയിൽ ആ കുട്ടി യെസ് ഇവിടെ അമൃത്സർ എന്ന് എഴുതിയിട്ടുണ്ട്. അമൃത്സർ യെസ് ഇവിടെയാണ്, പഞ്ചാബിലാണ്. ഓക്കെ, അതൊന്നും എഴുതേണ്ട ആവശ്യമില്ല, ബട്ട് സ്റ്റിൽ ഇത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് എഴുതുന്നത്. ഓക്കെ, ഫുള്ളി നന്നായിട്ട് അറിയുന്ന ഒരു കുട്ടി ഒബിയസ്ലി എന്ത് ചെയ്യും, അങ്ങനെ എഴുതും. ഓക്കെ, യെസ് പഞ്ചാബിലാണ്. ദെൻ 2 കൊൽക്കത്ത എയർപോർട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്പർ 2 എന്ന് മാർക്ക് ചെയ്തിട്ട് യെസ് കൊൽക്കത്ത എന്ത് ചെയ്തിട്ടുണ്ട്, കൊൽക്കത്ത എയർപോർട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ മുംബൈ ടെക്നോളജി അല്ലെ സോഫ്റ്റ്വെയർ പാർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അതേപോലെ വളരെ വൃത്തിയായിട്ടാണ്, ഓക്കെ വളരെ നീറ്റായിട്ടാണ് ഈ ഒരു മാപ്പ് വർക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, ആ കുട്ടി ചെയ്തിട്ടുള്ള മാപ്പ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മക്കളെ യെസ് ടോപ്പേഴ്സ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലായില്ലേ, ഭയങ്കര സംഭവം ഒന്നല്ല, നമുക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്ത് ചെയ്യാം, ടോപ്പർ ആവാം. സോഷ്യൽ സയൻസിൽ അടിപൊളി മാർക്ക് സ്കോർ ചെയ്യാം. ഒരു A1 അല്ല, ഒരു ഫുൾ മാർക്ക് സ്കോർ ചെയ്യുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യാം, ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് സ്കോർ ചെയ്യാം. സോ ഈ കാര്യങ്ങളൊക്കെ മക്കൾ നോട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു. ആൻഡ് നിങ്ങൾ ആൻസർ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ എന്ത് ചെയ്യും, യെസ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ എല്ലാവരും ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് ഉറപ്പായിട്ടുണ്ടാവും. സോ മക്കളെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമ്മൾ പറഞ്ഞു തന്ന ടിപ്സ് ഒക്കെ എന്ത് ചെയ്യുക, യെസ് ഫോളോ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.